ഗായ്സ് അപ്പൊ നമ്മളെ വീഡിയോയില് തിരിച്ചു വന്നിരിക്കുന്നത് ഇന്ത്യ ദുബായ് വരെ വന്നു. ഞാൻ ദുബായ് വരെ വന്ന് ഞാൻ ദുബായ് വരെ വന്ന വേറൊരു കാരണം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പണ്ടത്തെ വീഡിയോ പോലെ തന്നെ നമുക്ക് ഒരു വീഡിയോ കിട്ടി, പെയിന്റിങ് മാറി, നമുക്ക് നമ്മളെ ബെഡിന് വേണ്ടി തന്നെ AC കിട്ടി. അതായത് മോളിൽ ഒരു ജിമ്മുണ്ട്, അത് കുറെ ഇൻസ്ട്രുമെന്റ്സ്. സോറി ഗൈസ്, നമുക്കിവിടെ ഹോസ്പിറ്റലിൽ പോകണം. നമുക്കിവിടെ ഒരു നമ്മളെ കാറല്ല കേട്ടോ ഇത്. ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമുക്ക് എന്റെ ഒരു കൂട്ടുകാരന്റെ വണ്ടിയാട്ടോ ഇത്, ലാൻഡ് ക്രൂസർ. നമുക്ക് പോണം. റെഡിയാണ്. അവൻ പറഞ്ഞത് നല്ല വയ്യാതായിട്ടുണ്ട്. അതിനാണ് ജയിച്ചത്. വണ്ടിയിൽ ലോക്ക് ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അയാൾ നമുക്ക് ഡോക്ടർ ഡോസൊക്കെ തന്നിരുന്നു, 2-3 ഡോസ്. അയാൾ പറഞ്ഞിരുന്നു ഇനി നമ്മള് ലോകത്ത് ഒരിക്കലും ചാവത്തില്ലെന്ന് പറഞ്ഞ്. അപ്പൊ നമുക്ക് ജുറാസിക് പാർക്കിലൊക്കെ പോണം. നമ്മള് ഇത്രയും വിളിച്ചിരുന്നു നമുക്ക് കാർ റെന്റിന് എടുക്കാൻ വേണ്ടി. നമുക്ക് അതിന് നടന്നു പോവാൻ. അപ്പുറത്ത് ആ ബിൽഡിങ്ങിൽ തന്നെ ഇവിടെ തരാനാണ് പറഞ്ഞത്. അവന്റെ വിളിച്ചു നോക്കട്ടെ. ആ സമയം മോളിലാണ്. അപ്പൊ നമ്മളിവിടെ ജീവിക്കാറാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ 10,000 വിളിക്കാതെയൊക്കെ പോണം. ഡബിൾ പൈസ ഡബിൾ പൈസ പോയി പോയി. പിടിക്കുന്നില്ല. പോവാം. അല്ലെങ്കിൽ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി ഇവിടെ
ഉറപ്പുണ്ട് അങ്ങേരാണ് എന്തോ പണി ചെയ്യിപ്പിച്ചത്, എന്തോ പണി. പൈസ എടുക്കുന്നില്ല. വണ്ടി പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വണ്ടി നമ്മളെ കേട്ടോ നമ്മള് വെറുതെ മറ്റേ പെട്രോളും ഉണ്ടാക്കിയില്ലേ നമ്മളെ കൂട്ടുകാരൻ്റെ നമ്മളെ കൂട്ടുകാരൻ്റെ ടാങ്ക് യൂസർ തന്നെ അപ്പം നമ്മളെ വീട്ടിൽ വന്നിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ആയിട്ടുണ്ട് നമുക്കപ്പം ആഹാരമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായി. നമ്മൾ പോയി കിടക്കാം. നമ്മള് കിടന്നുറങ്ങിയപ്പോ രാത്രി നല്ല സമയമായിട്ടുണ്ട് കേട്ടോ. കിടന്നുറങ്ങിയപ്പോ ഭയങ്കര ശബ്ദം കേട്ടു ഗൈസ്. അപ്പൊ നമ്മള് വണ്ടിയൊക്കെ പോയിരിക്കേ ഗൈസ്. നമുക്ക് നമ്മളെ ലാൻഡ് ക്രൂസർ, എന്റെ കൂട്ടുകാരൻ ലാൻഡ് ക്രൂസർ ഇട്ട് ബൈക്ക് വാങ്ങിക്കണം. ആ ബൈക്ക് വാങ്ങിച്ചിട്ട് റൈഡ് പോയ ശരിയാക്കില്ല. ബൈക്ക് നോക്കിയില്ല. അവിടെ ആ റെഡ് സംഭവം അവിടെ അപ്പൊ നമ്മളത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഹയാബുസ തട്ടിക്കുട്ടിയുടെ വണ്ടി വാങ്ങിച്ചു. ഇത് തന്നെ 3 ലക്ഷം രൂപ. അത്രയൊക്കെ നമുക്ക് ഇതില്ല. ആ ശബ്ദം സ്ഥലത്തേക്ക് പോവാം. ആ ശബ്ദം വണ്ടി കാമാണ് കാമ. പോവാം. 12 2-3 മണിയായി. രാവിലെ ആ മഴ ഇതൊക്കെ നടത്തിയത് പരിപാടി. ഓരോ സമയത്ത് ഇളവണം അപ്പൊ ഗൈസ് പോയി ഇപ്പം കണക്കിന് ഒരു 5 ലക്ഷം രൂപ പോയി. ഇനി നമുക്ക് നാട്ടിലോട്ട് ഇനി നമുക്ക് 10-20 വർഷങ്ങൾ കഴിഞ്ഞ് പോകാം ഗായ്സ്. ഇപ്പൊ നമ്മളിവിടെ വന്നപ്പം ബൈക്ക് പെട്ടെന്ന് കാണാതായി. പിന്നെ ബാക്കിലോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയത് ഒരു ഭയങ്കര വലിയ എവിൾ ഡ്രാഗൺ വന്ന് ഒരു മന്ത്രവാദി അതിന്റെ പുറത്തുണ്ട്. ഷൂട്ട് ചെയ്യാം നമുക്ക്. അതിന്റെ പുറത്ത് കയറിയിരിക്കാന്ന് പറയണേ. ഷൂട്ട് ചെയ്യാം നമുക്ക്. വേണ്ട ആവോ എന്ത് ചോദിക്കാം. ബെസ്റ്റ് ഗൈസ് വെറുതെ ഇല്ല. ആൻഡ് നമ്മളെ ഈ മന്ത്രവാദി നമ്മളെ ഒരു ഇതാക്കിയിട്ടുണ്ട്, ഡ്രൈവർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ അമ്മൂമ്മ പറഞ്ഞ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി തരാന്നാണ്. നമുക്ക് പോവാം. ഇപ്പൊ എന്റെ ബൈക്ക് നമുക്ക് പോവാം. ഈ അമ്മൂമ്മ പശക്കാണ്. ഈ ഡ്രാഗന്റെ പുറത്ത് പോവാൻ നല്ല സുഖമുണ്ട്. നല്ല അമ്മ, നല്ല ഡ്രാഗൺ എല്ലാം നല്ല.
നമുക്ക് ഫിറോസക്കായ വിളിച്ചാലോ? നല്ല ഡ്രാഗൺ ഫ്രൈഡ് റൈസ് അറിയാം. ഡ്രാഗൺ നൂഡിൽസ് അറിയാം. വിളിക്കട്ടെ ഗൈസ്. നമ്മളെ വീട് നമ്മളെന്താ റെയിൻബോ ഹൗസിലൊക്കെ പോവാന്നും പറഞ്ഞിരുന്നേ ഗൈസ്. റെയിൻബോ ഹൗസ് എല്ലാം ഈ ദുബായ് ഫുള്ളും കറങ്ങാന്ന് വിചാരിച്ചാണ്. ഇനി നമുക്ക് പോവാം. ഈ അമ്മ എന്താ ഈ അമ്മ ഗായ്സ്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്റെ ബൈക്ക് അവിടെയാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, മറ്റേ അവന്റെ വണ്ടി അവിടേക്കാ. അമ്മ ഇവിടെ തന്നെ ഇറക്കി തന്നിട്ടുണ്ട്. നമ്മള് പെട്ടെന്ന് കിടക്കാൻ പോയാ. നമുക്ക് അടുത്ത പാർട്ടി കാണാൻ.